ഹലോ, വെൽക്കം ബാക്ക് ടു ടേസ്റ്റ് ആൻഡ് ടോക്സ്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. നമ്മുടെ സ്പെഷ്യൽ റെസിപ്പിയുടെ പേര് ബൊഫലോ വിങ്സ് എന്നാണ്. ആദ്യമായിട്ടാണ് ഈ ഒരു റെസിപ്പിയുടെ പേര് കേൾക്കുന്നതെങ്കിൽ കുറച്ച് കൺഫ്യൂസ്ഡ് ആവും. എന്നാൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ചിക്കൻ്റെ വിങ്സ് വെച്ചാണ് ഈ ഒരു റെസിപ്പി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. കുക്ക് ചെയ്യാൻ കുറച്ച് മടിയുള്ളവർക്കും അതുപോലെ തന്നെ സോസൊക്കെ ചേർത്ത് ഫുഡ് കഴിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും വീഡിയോ കാണാം. നമുക്ക് നോക്കാം ഈ ഒരു ബൊഫലോ വിങ്സ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന്. ബുഫലോ വിങ്സ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്ക് വേണ്ടത് ചിക്കൻ വിങ്സ് ആണ്. ചിക്കൻ വിങ്സ് വെച്ചാണ് നമ്മൾ ഈ ഒരു റെസിപ്പി ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ചിക്കൻ വിങ്സ് എടുക്കുമ്പോൾ അതിൻ്റെ അവസാനത്തുള്ള ഈ ഒരു ഭാഗം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ഈ ഒരു പാർട്ട് നമുക്ക് കട്ട് ചെയ്ത് മാറ്റണം. ഓരോ ചിക്കൻ വിങ്സിൻ്റെയും ഈ ഒരു പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. അത് നമ്മൾ കുക്ക് ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്ത് മാറ്റുന്ന ഈ ഒരു പാർട്ട് നമ്മൾ കളയേണ്ട ആവശ്യമില്ല. നമുക്ക് ചിക്കൻ സ്റ്റോക്ക് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ചിക്കൻ സൂപ്പ് വെക്കാനൊക്കെ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഇത് മാറ്റി വെച്ചിട്ട് നമുക്ക് ചിക്കൻ്റെ വിങ്സ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കാം. അപ്പോൾ ഞാനിവിടെ ചിക്കൻ വിങ്സ് നന്നായിട്ട് നീറ്റാക്കി ക്ലീനാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് നോക്കാം. ഒരു ലെമൺ ജ്യൂസാണ് ആദ്യം തന്നെ ഞാൻ ഈ ചിക്കനിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഈ 3 ഇൻഗ്രീഡിയൻസും ചേർത്ത് ആദ്യം നമ്മൾ ഇതിനെ നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു 15 മിനിറ്റ് അങ്ങോട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫ്ലോറിൻ്റെ കൂട്ട് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് കോൺഫ്ലോർ, മൈദ അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ, കുരുമുളക് പൊടി, കാശ്മീരി മുളക് പൊടി, ഇത്രയും ഇൻഗ്രീഡിയൻസ് ആണ് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് നിങ്ങൾ ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യുക കേട്ടോ. എല്ലാ ഫ്ലോറും നല്ല ഒന്നിച്ച് ഈവനായിട്ട് കിട്ടുന്ന പോലെ മിക്സ് ചെയ്യുക. അതിനുശേഷം ഓരോ ചിക്കൻ വിങ്സും ഈ ഒരു ഫ്ലോറിൻ്റെ കൂട്ടിൽ നന്നായിട്ട് കോട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഫ്ലോറ് ചിക്കൻ്റെ എല്ലാ പാർട്ടിലും ആവുന്ന രീതിയിൽ ഇതിനെ നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിക്കൻ വിങ്സ് നമ്മളൊന്ന് ഈ ഡസ്റ്റ് എക്സസ് ആയിട്ടുള്ള ഡസ്റ്റ് പോകാൻ വേണ്ടിയിട്ടൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കണം. നമ്മളിതിനെ ഷെയ്ക്ക് ചെയ്തിട്ട് ഇതിൻ്റെ എക്സസ് ആയിട്ടുള്ള ആ ഒരു ഡസ്റ്റ് പൊടിയൊക്കെ ഇതിൽ നിന്ന് കളഞ്ഞതിന് ശേഷം നമ്മൾ ഇതിനെ നല്ല ചൂടായ എണ്ണയിൽ വറുത്ത് കോരുകയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് എണ്ണ നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിട്ട് ഫ്രൈ ചെയ്യാം. അതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ടെസ്റ്റ് ചെയ്താൽ മതി, നല്ല കറക്റ്റ് എണ്ണയുടെ പാകം അറിയാൻ. അപ്പോൾ ഓരോ വിങ്സും നമ്മൾ ഈ ഒരു ഓയിലിലിട്ടിട്ട് നന്നായിട്ട് വേവുന്ന പോലെ തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എണ്ണയിൽ നിന്നും മാറ്റി നമുക്ക് സോസ് ചേർത്ത് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാം. അപ്പോൾ ഏകദേശം നമ്മുടെ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രഞ്ചി ക്രിസ്പിയായി അടിപൊളിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള വിങ്സ് എല്ലാം പാർട്ട് പാർട്ടായിട്ട് നിങ്ങൾ എണ്ണയിൽ ഇങ്ങനെ വറുത്ത് കോരിയെടുക്കുക. ഇനിയാണ് നമ്മൾ ഇതൊന്ന് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും, ഭയങ്കര ക്രിസ്പിയാണ്, ക്രഞ്ചി ആയിട്ട് നമുക്ക് തൊട്ട് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ഇത് മാറ്റി വെച്ച് ഇനി നമുക്ക് സോസ് ഉണ്ടാക്കുന്നതിനായിട്ട് അൺസാൾട്ടഡ് ബട്ടറാണ് എടുക്കേണ്ടത്. 2 ടേബിൾ സ്പൂൺ അൺസാൾട്ടഡ് ബട്ടറിലേക്ക് കുറച്ച് വെളുത്തുള്ളി മിക്സ് ചെയ്തത് അല്ലെങ്കിൽ നീളത്തിൽ ചെറുതായിട്ട് സെലക്റ്റായിട്ട് കട്ട് ചെയ്തതാണെങ്കിലും കുഴപ്പമില്ല. ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമ്മൾ സോസ് ഒഴിച്ചു കൊടുക്കുകയാണ്. ഹോട്ട് സോസ്, ടൊമാറ്റോ സോസ്, സോയ് സോസ്, ഈ 3 സോസാണ് നമ്മൾ ചേർക്കുന്നത്. ഇതിൻ്റെ കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്താൽ മതി. അപ്പോൾ ഈ 3 സോസും അതിൻ്റെ കറക്റ്റ് അളവിൽ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുക. സോയ സോസും ചേർത്തതിന് ശേഷം ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആയിട്ട് നമ്മൾ കുറച്ച് പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ഒരു പഞ്ചസാര ഇതിന് നല്ലൊരു ടേസ്റ്റാണ് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ സോസ് ഇത്ര പണിയുള്ളൂ, നല്ല റെഡിയായി വന്നിട്ടുണ്ട്. ഈ ഒരു സോസിലോട്ട് നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ വിങ്സ് ഓരോന്നോരോന്ന് ചേർത്ത് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്ത് കൊടുക്കുക. ഓരോ ചിക്കനും എല്ലാ സൈഡിലും ഈ ഒരു സോസ് എത്തുന്ന രീതിയിൽ നല്ല അടിപൊളിയായിട്ട് അങ്ങ് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ബുഫലോ വിങ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ ഒരു സോസിൻ്റെ ആ ഒരു ഗ്ലേസിങ് നമ്മുടെ ആ ഒരു ക്രഞ്ചി ആയിട്ടുള്ള ആ ഒരു ചിക്കനിൽ വരുമ്പോൾ കാണാൻ തന്നെ നല്ല അടിപൊളി ലുക്കാണ്. ഈ എല്ലാ സോസും കൂടെ മിക്സ് ആവുന്ന സമയത്ത് വരുന്നൊരു സ്മെല്ലുണ്ട്, അത് മാരക സ്മെല്ലാണ്. നല്ല ടേസ്റ്റിയാണ് ഇത് കഴിക്കാൻ. പ്രത്യേകിച്ച് സോസ് ചേർത്തിട്ടുള്ള ഫുഡൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക്
ഒരു അടിപൊളി റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും ഇതുണ്ടാക്കി നോക്കി കഴിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ നമ്മുടെ ബൊഫലോ വിങ്സ് റെഡിയായി ഞാനിവിടെ പ്ലേറ്റിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇതൊന്ന് ഗാർണിഷ് ചെയ്യാൻ വേണ്ടി സ്പ്രിംഗ് ഓണിയൻ കട്ട് ചെയ്തിട്ട് ഞാൻ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈസി ആയിട്ടുള്ള ബൊഫലോ വിങ്സ് ഇതാ കഴിക്കാനായിട്ട് ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. നല്ല ക്രഞ്ചിനെസ്, അടിപൊളി ടേസ്റ്റ്. നമ്മളെ ഹോട്ട് സോസിന്റെയും ടൊമാറ്റോ സോസിന്റെയും ഒക്കെ മിക്സ് ആയിട്ട് വന്നപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. സത്യം പറഞ്ഞാൽ ഇത് തിന്നാനാണ് തോന്നുന്നത്, കമന്റ് പറയാൻ തോന്നുന്നില്ല. കണ്ടില്ലേ, നിർത്താതെ കഴിച്ചുകൊണ്ടിരിക്കുന്ന ഒരു റെസിപ്പിയാണ്. ഉണ്ടാക്കുന്ന സമയത്ത് ഞാൻ ഇത്ര എക്സ്പെക്ട് ചെയ്തിരുന്നില്ല, പക്ഷെ ഇതിന്റെ റിസൾട്ട് എന്ന് പറയുന്നത് വാവ് ആണ്. നിങ്ങൾ എന്തായാലും ഇതൊന്ന് ചെയ്ത് നോക്കണം. കാരണം ഒരുപാട് സമയം ഇതിന്റെ പിന്നിൽ മെനക്കിടേണ്ട ആവശ്യമൊന്നുമില്ല. കുറച്ച് സോസൊക്കെ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഇറ്റ്സ് മീ ഷബാന.